ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണി എന്താണെന്ന് നോക്കാം. ജീവിതയാത്രയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുകയും പരസ്പരം സ്നേഹത്തിലാവുകയും ചെയ്യുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹബന്ധത്തിൽ പെട്ടെന്നൊരു സെപ്പറേഷൻ സംഭവിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റ് വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ടോ ആകാം സെപ്പറേഷൻ സംഭവിക്കുന്നത്. പരസ്പരം ധാരണയിലെത്തിയിട്ടാണ് DMും DFും വേർപിരിയുന്നതെങ്കിൽ അവർ രണ്ടുപേരും ഏത് ജീവിത സാഹചര്യത്തിലാണോ പോയിട്ടുള്ളത്, അവരുടേതായ ഒരു ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ, ആ ജീവിത സാഹചര്യത്തിൽ അവർക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ഓരോ നിമിഷവും ഈ കൗണ്ടർ പാർട്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇരിക്കും ഡിവൈൻ. അപ്പോൾ വീണ്ടും അവരെ കോണ്ടാക്റ്റിലേക്ക് ഡിവൈൻ കൊണ്ടുവരും. അല്ലാതെ പരസ്പരം പറയാതെ DM ഒരു കാരണവുമില്ലാതെ DFനെ സെപ്പറേഷനിലാക്കി പോവുകയാണെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ DFന് കുറച്ചധികം സമയം എടുക്കും. ആ സമയവേളയിലോ അല്ലെങ്കിൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന സമയത്തോ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ച് DFന് ഒരു ഹിൻറ്റ്സ് ഡിവൈൻ കൊടുക്കും. ഒരു പക്ഷേ ഈ ഒരു ജേണിയെക്കുറിച്ച് റിലേഷൻഷിപ്പിലുള്ളപ്പോൾ തന്നെ DF മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് DMനോട് പറഞ്ഞാൽ DM ഒരിക്കലും അത് വിശ്വസിക്കില്ല. വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ് DM. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. ഒരു പക്ഷേ റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോൾ അറിഞ്ഞിട്ടില്ല, പിന്നീടാണ് സെപ്പറേഷൻ ഫേസിലാണ് അറിഞ്ഞതെങ്കിൽ പോലും നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോകും. ആ സമയത്ത് ഈ ഒരു ജേണിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും ഇന്നർ വർക്ക് ചെയ്യണം, ഹീലിംഗ് ചെയ്യണം എന്നൊക്കെ DF മനസ്സിലാക്കും. ഇതെൻ്റെ പാതയാണ്, ഇത് ഇങ്ങനൊരു ജേണി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കും. അതിനനുസരിച്ച് DF കൃത്യമായി ഇന്നർ വർക്കും പ്രയേഴ്സും ഒക്കെ ചെയ്യും. എന്തൊക്കെയാണോ ഈ ജേണിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനനുസരിച്ച് DMൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും. DMൻ്റെയും DFൻ്റെയും ലൈഫ് പരസ്പരം മിററായിരിക്കും. DMൻ്റെ ലൈഫിൽ ഒരു കാർമിക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ DFൻ്റെ ലൈഫിലും ഉണ്ടായിരിക്കും. ഇവിടെ DF ഹീൽ ചെയ്ത് കാർമിക്കിനെ മാറ്റുന്നതിനനുസരിച്ച് അവിടെ DMൻ്റെ ലൈഫിൽ നിന്നും കാർമിക്സ് റിമൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഹീലിംഗ് ചെയ്യുന്നതിനനുസരിച്ച് DMന് അവിടെ ആ ബ്ലോക്കേജസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഈ DMും DFും സെപ്പറേഷനിലേക്ക് പെട്ടെന്ന് പോകാൻ മറ്റൊരു കാരണം ബ്ലാക്ക് മാജിക് എഫക്റ്റാണ്. DMൻ്റെയോ DFൻ്റെയോ പാരൻസോ മറ്റു റിലേറ്റീവ്സോ അതല്ലെങ്കിൽ അവർക്ക് മറ്റൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരോ ചെയ്തിട്ടുള്ള ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാരണം സെപ്പറേഷൻ സംഭവിക്കാം. ബ്ലാക്ക് മാജിക് വരുമ്പോൾ ആ DMൻ്റെ ഹാർട്ട് ചക്രയും ത്രോട്ട് ചക്രയും തേർഡ് ഐയും ബ്ലോക്കാവും. അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരും. അത് ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. കമ്മ്യൂണിക്കേഷനിൽ കൂടുതലും അവിടെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. ഈ ഒരു കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ഒരു കണക്ഷൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവർ അവൻ്റെ ഫേസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ DF ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് DMൻ്റെ ലൈഫിലെ ബ്ലോക്കേജസ് ഒക്കെ മാറി ഒന്ന് റിലീഫായിട്ട് വരുമ്പോഴേക്കും
തിരിച്ച് കോണ്ടാക്റ്റ് DFന് ലഭിക്കും. DMൻ്റെ ഭാഗത്തു നിന്നും കോണ്ടാക്റ്റ് ലഭിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഹീല് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിവൈൻ ഇങ്ങനെ നമുക്ക് ഹിൻഡ് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കാർമിക്സ് എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു റിലേഷൻ തന്നെ ആകണമെന്നില്ല. പാരൻസ് വരാം കാർമികമായിട്ട്, ഹസ്ബൻഡോ വൈഫോ വരാം, മറ്റൊരു പേഴ്സൺ വരാം, ഫ്രണ്ട്സ് വരാം, റിലേറ്റീവ്സ് വരാം, മക്കൾ വരാം, ആര് വേണോ കാർമികമായിട്ട് വരാം. അപ്പോൾ ഇവർ കൊടുക്കുന്നൊരു പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ അവർ ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ എന്താണോ ഹീൽ ചെയ്യേണ്ടത് അത് ഡിവൈൻ നമ്മുടെ ലൈഫിൽ കാണിച്ചു തരും. അതിനനുസരിച്ച് നമ്മുടെ ഭാഗത്ത് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അവിടെയും അതുപോലെ ഹീലാകും. എത്രത്തോളം സോള് പ്യുവർ ആയിക്കൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജേണി സ്മൂത്തായിക്കൊണ്ടിരിക്കും. ഹീലിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ എപ്പോൾ യൂണിയൻ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴല്ല, അല്ലാതെ നമ്മൾ ഡിവൈനിൽ സറണ്ടർ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യുന്നു, ബാക്കി ഈശ്വരൻ്റെ ഹിതം പോലെ സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് DMൻ്റെ ഭാഗത്തു നിന്നും കമ്മ്യൂണിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ല, അവിടെ ഒരു ടെൻഷൻ ഉണ്ടാകും, ഇനിയും സെപ്പറേഷൻ സംഭവിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സ്റ്റേബിൾ മൈൻഡ് ആയതിനു ശേഷം, ഒരു പക്ഷേ ഇനി സെപ്പറേഷൻ പോയാലും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈ ജേണി ഇങ്ങനെയാണ്, ഇനി ചിലപ്പോൾ വീണ്ടും എനിക്ക് ട്രിഗർ തന്നിട്ട് പോകാം, അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ ഹീൽ ചെയ്യണം, അല്ലാതെ ഞാൻ പിന്നാലെ പോകാനോ വീണ്ടും ഒരു ടെൻഷനിലേക്ക് പോകാനോ പാടില്ല, ഞാൻ ബോൾഡായിട്ട് നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നിടം വരെ നിങ്ങൾ കുറച്ച് സമയം എടുക്കുക. അതിനുശേഷം തിരിച്ച് ഒരു റിപ്ലൈ കൊടുത്ത് കമ്മ്യൂണിക്കേഷനിലിരിക്കാം. ആ കമ്മ്യൂണിക്കേഷനിലിരിക്കുന്ന സമയത്തും ഇന്നർ വർക്കിന് ഒരു കുറവും വരുത്തരുത്. നമ്മുടെ എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസസും കൃത്യമായിട്ട് ചെയ്യുക. ഡിവൈൻ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും ഡിവൈൻ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അവരവരുടെ വ്യക്തിപരമായ ലൈഫിൽ എന്തൊക്കെയാണോ ഹീൽ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഹിൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും, ഡിവൈൻ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് എല്ലാം ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ സോള് എത്രത്തോളം പ്യുവറായി വരുന്നുവോ, രണ്ട് സോളെന്ന് പറയുന്നില്ല, രണ്ട് പേർക്കും കൂടി ഒരു സോളാണ്. അപ്പോൾ ആ സോളിൽ ഉള്ള എല്ലാ നെഗറ്റീവ്സും മാറി ഇത്രത്തോളം നമ്മൾ പ്യുവറാകുന്നുവോ, ഒരു നെഗറ്റീവ്സും ഇല്ലാത്ത വിധം നമ്മൾ പ്യുവറാകുന്നുവോ ആ ഒരു സ്റ്റേജിൽ യൂണിയൻ സംഭവിക്കും. അതിന് മുന്നേ യൂണിയൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അതിന് മുന്നേ തന്നെ ഒരു മാരേജൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് മുടക്കാതെ ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് മാരേജിന് ശേഷവും പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു യൂണിയൻ എന്നുള്ളത് ഈ ഒരു യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ്. ഈ സോൾ ജേണി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഡിവൈൻ നമുക്ക് ഒരു സോളും രണ്ട് ബോഡിയും ആയിട്ട് നൽകിയിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് മറുവശത്തും ഉള്ളത്, അത് മനസ്സിലാക്കുക. ഈ ജേണിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ യാത്ര കൂടുതൽ നമുക്ക് എളുപ്പമാകും. കുറച്ചുകൂടി ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് ഈ ജേണിയെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും. ഡിവൈനിൽ നമ്മൾ എത്രത്തോളം സറണ്ടർ ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഈ ജേണി കൂടുതൽ നമുക്ക് ഈസിയാകും. നമ്മൾ തന്നെയാണ് ഡിവൈൻ, നമ്മൾ തന്നെയാണ് DM, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ സോൾ ജേണിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ജീവിതകാലം മുഴുവനും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം.
ഈ കൗണ്ടർ പാർട്ട് വരുമ്പോഴേക്കും വീണ്ടും അതിലേക്കായി പോകരുത്. ഓക്കെ, ഡിവൈനും നമ്മുടെ സോൾ ജേണിക്കും ഒരു സ്ഥാനമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് കൗണ്ടർ പാർട്ടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും യൂണിയനിലായാലും മാരേജ് ലൈഫിലായാലും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അതിലെന്തെങ്കിലും ഒരു ഇത് നമ്മളെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നാൽ വീണ്ടും ഒരു സെപ്പറേഷനും വീണ്ടും റിവേഴ്സും ഒക്കെ ആയിട്ട് വീണ്ടും അതൊരു ലൂപ്പ് പോലെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണി വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ ആ ഒരു ജേണിയിലൊരു കൺസിസ്റ്റൻസി DFന് ലഭിക്കും. ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഡി എമ്മിൻ്റെ ലൈഫിലും ലഭിക്കും. അല്ലാതെ ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് വരുന്നു പോകുന്നു, അങ്ങനെയാണെങ്കിൽ DFനെ ഇത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. DM വരുമ്പോൾ DF ഹാപ്പിയാകും, പോകുമ്പോൾ വീണ്ടും സാഡാകും, പിന്നെ വീണ്ടും ഇതിൽ നിന്നൊരു റിക്കവറി വേണ്ടി വരും. അതിനേക്കാളും സൈലൻ്റ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം ജേണിയാണ് കുറച്ചുകൂടെ പവർഫുൾ. പെട്ടെന്ന് തന്നെ ഒരു ജേണിയിലെ ഹീലിംഗൊക്കെ പൂർത്തിയാക്കി യൂണിയനിലേക്ക് വരാനായിട്ട് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് എല്ലാം കൃത്യമായിട്ട് നടക്കട്ടെ, ജേണി നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. എൻ്റെ എല്ലാ പ്രേയേഴ്സും നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ DMനും DFനും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഡിവൈൻ്റെ ഗൈഡൻസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഡിവൈൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ സോൾ ജേണി നിങ്ങൾക്ക് നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്.